ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വിഷയം മാനസിക പ്രശ്നങ്ങളും മനഃശാസ്ത്ര ചികിത്സയും എന്നതാണ്. ഇന്നത്തെ അതിഥി ഡോക്ടർ ജോസഫ് ഐസക്. ഡോക്ടർ, ഇപ്പോൾ ഒരു രോഗി ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തും ചെല്ലുകയാണെന്ന് വയ്ക്കുക. അപ്പം ഒരു സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ആ രോഗിയെ ചികിത്സിക്കുന്ന രീതികൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണ്? ആ വ്യത്യാസത്തെ ഉദാഹരിക്കാൻ വേണ്ടി ഞാനൊരു കേസ് ഡയറി പറയാം. പണ്ട് ഞാൻ ചികിത്സിച്ചിട്ടുള്ള ഒരു കേസ് ഡയറി. ഒരു 15 വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറയാം. അതായത് ഒരു മാരീഡ് കപ്പിൾസാണ് അവരെ. അപ്പോൾ ഈ പെൺകുട്ടിക്ക് പിന്നെ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഭർത്താവ് പുതുതായിട്ട് കല്യാണം കഴിച്ച ഒരു 6 മാസമായിട്ടും ഭർത്താവ് ലൈംഗികമായിട്ടൊന്നും പ്രതികരിക്കത്തില്ല. ഒരു ഭാര്യയോടെ ചെയ്യേണ്ട കടമകളൊന്നും ചെയ്യാത്ത രീതിയിൽ ഭർത്താവ് ഇങ്ങനെ വളരെ നിസ്സംഗത കാണിക്കുക, സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളിൽ നിസ്സംഗത കാണിച്ചു. അപ്പം ഈ മനുഷ്യൻ ഇങ്ങനെ നിസ്സംഗത കാണിച്ചപ്പം ഈ സ്ത്രീ ഇങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങളും വഴക്കുമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ഈ മനുഷ്യനായിട്ട്. അപ്പം ഈ വ്യക്തിക്ക് അമ്മയോട് ഭയങ്കര ആഭിമുഖ്യമുള്ള ആളാണ്, നല്ല രീതിയിലുള്ള ആഭിമുഖ്യം. അപ്പനില്ലായിരുന്നു, അമ്മയെ വളർത്തിക്കൊണ്ട് വന്നേ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ആ വ്യക്തിത്വ വൈകല്യം പറഞ്ഞാൽ അമ്മയുടെ കൂടെ ആവും പ്രായമായിട്ട് കിടക്കുന്നത് വരെ. നല്ല സ്വഭാവമുള്ള പയ്യനാണ്, മിസ്റ്റർ ക്ലീൻ എന്നൊക്കെ പറയാവുന്നവരുള്ള സ്വഭാവമാണ്. പക്ഷെ അമ്മയുടെ കൂടെ കിടക്കും, അമ്മയാണ് സർവസ്വവും എന്ന് ചിന്തിച്ച് അങ്ങനെ ജീവിച്ചൊരു പയ്യനാണ്. ഞങ്ങളതിനെ മദർ ഫിക്സേഷൻ എന്നൊക്കെ വിളിക്കും. അപ്പം ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ പെങ്കൊച്ചുമായിട്ട് യാതൊരു സെക്ഷുവലായിട്ടുള്ള അപ്രോച്ചും ഇല്ല. അമ്മയുടെ അടുത്ത് കിടക്കുന്ന പോലെ തന്നെയാണ് ഭാര്യയുടെ അടുത്തും കിടക്കുന്നത്. അപ്പൊ ഈ വൈകല്യമായപ്പോൾ അവൻ MSc വരെ പഠിച്ചൊരു ചെറുപ്പക്കാരനാണ്. അപ്പൊ ഈ പെങ്കൊച്ച് 6 മാസം ഇങ്ങനെ തള്ളി നീക്കി, ഒരു തരത്തിനും സഹായിക്കത്തില്ല, ദേഹത്തോട് ഇരിക്കത്തില്ല, ഒന്നും സമ്മതിക്കത്തില്ല. ന്യായമായ ഒരു ഭാര്യയുടേതായിട്ടുള്ള അവകാശങ്ങളൊന്നും കിട്ടാതായപ്പോൾ ഇങ്ങനെ ഒരു വഴക്കുണ്ടാക്കിയിട്ട് നമുക്കൊരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് പോയി. അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഈ പെങ്കൊച്ച് ഭർത്താവിനോട്, എന്നെ നിങ്ങൾക്ക് സ്നേഹമില്ലേ, വേറെ ആരെങ്കിലും ആണോ ഇഷ്ടം, എന്താ നിങ്ങൾ എന്നോട് ഒരു തരത്തിലും അനുഭാവപൂർവ്വം റിയാക്ട് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പറയുന്നത് നിനക്ക് കാമഭ്രാന്താണ്, സംശയരോഗമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് ചെയ്യുന്നു. അപ്പം ഇവര് പൊതുവെ വളരെ നാണം കുടുങ്ങിയ ഒരു സ്ത്രീയാണ്. ഈ വിഷയങ്ങളൊക്കെ അങ്ങോട്ട് അവതരിപ്പിക്കാൻ ഒരു ധൈര്യമില്ലാത്ത, സങ്കോചമുള്ള വ്യക്തിത്വമുള്ള ആളാണ്. അപ്പൊ സൈക്യാട്രിസ്റ്റ് ഇങ്ങനെ തിരക്കിലിരിക്കുക. അപ്പൊ ഈ മനുഷ്യൻ കയറി ആദ്യമേ അങ്ങ് പറഞ്ഞു സൈക്യാട്രിസ്റ്റിനോട്, എന്താണെന്നറിയോ, ഞാൻ പിന്നെ ഈ എൻ്റെ ഭാര്യയ്ക്ക് സംശയമാണ്, സ്നേഹമൊന്നും ഇല്ലയോ, വേറെ ആരെങ്കിലും ആണോ സ്നേഹിക്കുന്നത് ചോദിക്കുക, അവർക്ക് എപ്പോഴും സെക്സ് എന്നൊരു വിചാരമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ സൈക്യാട്രിസ്റ്റ് അതാരാന്ന് ഞാനിവിടെ ഒന്നും പറയുന്നില്ല, സൈക്യാട്രിസ്റ്റിനെ ആക്ഷേപിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. ഞാൻ പറയണം, അപ്രോച്ച് തമ്മിലുള്ള വ്യത്യാസം പറയാം. സൈക്യാട്രിസ്റ്റ് ഉടനെ മരുന്ന് അങ്ങോട്ട് കുറിച്ചു. അപ്പൊ ഈ സംശയം അത് കേട്ട ഉടനെ ഇത് പാരനോയിഡ് സ്കിസോഫ്രീനിയ ആണെന്ന് പറഞ്ഞുകൊണ്ട് സംശയ രോഗത്തിനുള്ള മരുന്ന് അങ്ങോട്ട് കുറിച്ചു. അപ്പൊ ഈ മരുന്ന് കുറിച്ചു. ഈ സ്ത്രീയോട് അധികം സംസാരിച്ചില്ല, ഈ മനുഷ്യൻ പറഞ്ഞത് കേട്ടു, പുറത്തു പോയിരുന്നു. അപ്പൊ അങ്ങനെ പുറത്തു വന്നപ്പോഴത്തേക്ക് ഈ സ്ത്രീ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാ എന്നെ സംസാരിക്കാൻ ഡോക്ടർ അനുവദിക്കാതെ, നിങ്ങൾ കയറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഡോക്ടർ എന്നെ വിളിച്ച് വർത്താനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രശ്നമായി. വീട്ടിൽ ചെന്നു, ഈ ഗുളിക കഴിക്കടി എന്ന് പറഞ്ഞു. അപ്പൊ സൈക്യാട്രി പ്രൊഫസർ കുറിച്ച് കൊടുത്ത മരുന്നല്ലേ, ഇത് കഴിക്കേ, നിനക്കാ കുഴപ്പം, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോഴും ഇവർക്ക് ഭർത്താവ് നിലയിലുള്ള ഒന്നും ഇവളോട് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ആയപ്പോൾ അവള് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ പിന്നെ ഇനിയെങ്കിലും ഞാൻ ഈ മരുന്ന് കഴിക്കാം, അങ്ങനെ മരുന്ന് കഴിക്കാൻ തുടങ്ങി. മരുന്ന് കഴിക്കാം, പക്ഷെ എനിക്ക് വേണ്ടതൊക്കെ തരണമെന്നുള്ള മട്ടിലുള്ള ഡിമാൻഡായി. എന്നിട്ടും ഈ മനുഷ്യന് യാതൊരു വൈകാരികമായ ഒരു പുരുഷൻ്റെതായിട്ടുള്ള ഒരു ഫീലിങ്സും ഈ സ്ത്രീയോട് ഇല്ല. അങ്ങനെയായി പ്രശ്നങ്ങളായി കഴിഞ്ഞ ഈ സ്ത്രീ അങ്ങ് സൈ കെട്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഈ മരുന്ന് കഴിച്ച് നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടു, പക്ഷേ ഇനി ഞാൻ ജീവിച്ചിരിക്കത്തില്ല, മരിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഓടിപ്പോയി സൈക്യാട്രിസ്റ്റ് പറഞ്ഞു മരിക്കാൻ പോവാന്ന്. അപ്പൊ സൈക്യാട്രിസ്റ്റ് പറഞ്ഞില്ല, നമുക്ക് അഡ്മിറ്റ് ചെയ്യാം, ഞാൻ പറഞ്ഞില്ലേ സംശയരോഗമാണെന്ന് എന്ന് പറഞ്ഞു. അപ്പം അത്രയായപ്പോഴത്തേക്ക് ഈ കൊച്ച് അപ്പനെ വിളിച്ചു പറഞ്ഞു. അപ്പനൊരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു, അപ്പൊ എന്നെ പരിചയമുള്ള ആളാണ്. എൻ്റെ അടുത്ത് കൊണ്ടുവന്നു, ഞാൻ വീട്ടിൽ ഇരുത്തി അനലൈസ് ചെയ്തപ്പോൾ ഈ ഭർത്താവിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലായി. അപ്പൊ ഭർത്താവിന്റെ ഈ സെക്സിനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു അവേർഷനും മദർ ഫിക്സേഷനും ഉണ്ടായിരുന്നത് കൊണ്ട്, സെക്സ് എന്ന് പറഞ്ഞ ഒരു അഴുക്കായ കാര്യമാണെന്നും സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അമ്മയെ പോലെ കരുതേണ്ടവരാണെന്നും പറഞ്ഞുകൊണ്ടുള്ള അമിതമായ സ്നേഹം. അപ്പൊ അവളെ സൈക്കോതെറാപ്പി ചെയ്ത് അയാളെ മാറ്റി, അവേർഷൻ തെറാപ്പിയൊക്കെ കൊടുത്ത് രക്ഷപ്പെടുത്തി. അപ്പൊ ഭാര്യയ്ക്ക് സന്തോഷമായി, നോർമലായിട്ട് ജീവിക്കുന്ന, മരുന്ന് കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്രോച്ച് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുകയാണ്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് മണികണ്ഠൻ, ഒറ്റപ്പാലത്ത് വിളിക്കണേ. ഓക്കെ, ഡോക്ടർ സംസാരിച്ചോളൂ സാർ. പറഞ്ഞോളൂ. എന്റെ ഭാര്യയ്ക്ക് ഒരു പ്രസവം നടന്നപ്പോ ഒരു 6 മാസം മുമ്പായി. അതിനുശേഷം ഒരു മാനസികമായ പ്രശ്നം. ഇതിനിടയ്ക്ക് ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിച്ചു കൊടുക്കുമ്പോൾ അവൾ മരുന്ന് ഗുളിക അങ്ങനെ കഴിച്ചിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായി. അവൾ ഓരോ കാര്യം ചിന്തിക്കാണ്, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ഈ പ്രസവം കഴിഞ്ഞ ശേഷം ഓരോരോ കാര്യം ഇങ്ങനെ ചിന്തിച്ചിട്ട് മുമ്പ് നടന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക, അതിങ്ങനെ പേടിയാവുക, അവർ മരിക്കോ എന്ന് പേടിയാവുക. അങ്ങനെ പ്രസവത്തും കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞപ്പോഴായി മാറ്റം വന്നേ?
ഈ പ്രസവം കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലായിരുന്നു കുറച്ച് 7-ാം മാസത്തിലെ 8-ാം മാസത്തിലെ പ്രസവിച്ചതേ. അപ്പൊ ഒരു മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്താണ് ഇവിടെ ഇങ്ങനെ ഫീലിംഗ് ആക്കി ഇതായതാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് പ്രസവിച്ചത്. പേടിയാണോ കാണിക്കുന്നത്? പേടി ഇപ്പൊ ഫീലിംഗ് ഇങ്ങനെ ഓരോന്നും വിചാരിക്കുക. വയലന്റ് ആവുന്നുണ്ടായിരുന്നോ? വയലന്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ കൊടുത്തപ്പോ കുറച്ചിപ്പോ വയലന്റ് ആവണമെന്നില്ല. ഓക്കെ. അപ്പൊ ഇപ്പൊ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക അല്ലയോ? ഇപ്പൊ വേറെ ഡോക്ടറെ കഴിഞ്ഞപ്പോ ഡോസ് കൂടി കുട്ടിക്ക് പാല് കൊണ്ട് ആ കുട്ടിക്ക് കൂടി എഫക്ട് ആയതുകൊണ്ട് അപ്പൊ നിർത്തി വേറെ ഡോക്ടറെ കാണിച്ചപ്പോ അതിപ്പോ ഒരു രാത്രി മാത്രമേ ഗുളിക മാത്രമേ ഉള്ളൂ. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഇങ്ങനെ ആലോചിക്കാണ് അവളിങ്ങനെ മനസ്സിൽ അവളിങ്ങനെ ആലോചിച്ച് ഓരോന്ന് കൂട്ടുകയാണ്. ഇങ്ങനെ ഓരോ ടെൻഷൻ ആവും അവൾക്ക്. ടെൻഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ കേട്ടോ. മരുന്ന് നിർത്തണ്ട, മരുന്ന് കഴിച്ചോട്ടെ. പക്ഷെ അവരുടെ ടെൻഷനൊക്കെ പറയിപ്പിക്കണം. മനസ്സിലെ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുകയും കൗൺസിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അവരമ്മഴത്തെ ഉള്ളപ്പോഴേ എന്റെ അമ്മയില്ല, അവരമ്മയുള്ളൂ. അപ്പൊ അവരമ്മയ്ക്ക് എന്നെ കൊണ്ട് ബുദ്ധിമുട്ടായി. അവരമ്മ ക്ഷീണിച്ചു വരികയാണ്. അതൊക്കെ അവളിങ്ങനെ ആലോചിക്കാണ്. അപ്പൊ അവരുടെ വിഷമമൊക്കെ കേൾക്കാനായിട്ടേ ഒരു മനഃശാസ്ത്രജ്ഞന്റെ സഹായം ആവശ്യമുണ്ടല്ലോ. അപ്പൊ ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് കൊണ്ടുപോയി ആ വിഷമങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്യണം. പറയിപ്പിക്കുകയും പറയുകയും ആ വിഷമങ്ങളെയൊക്കെ കൗണ്ടറാക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ ചെയ്യണം. ഗുളിക അല്ലാത്തത് ഗുളികയും കൊടുക്കണം തൽക്കാലം കേട്ടോ. ഗുളിക നിർത്താനല്ല പറഞ്ഞത്, ഗുളിക കഴിക്കുന്നതോടൊപ്പം പുള്ളിക്കാരത്തേക്ക് ടെൻഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങളൂടെ ഒക്കെ ചെയ്യണം. മനഃശാസ്ത്രപരമായ ചികിത്സ കൂടെ ചെയ്യണം. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടല്ലോ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഒരു ലേഡി ഡോക്ടർ ഉണ്ട് അവിടെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കേട്ടോ. അവരെ കാണാം. ഓക്കെ. താങ്ക് യു സർ, താങ്ക് യു ഫോർ കോളിംഗ്.